ഇവിടെ നിന്ന് അവരവിടെ പോയാൽ അവിടെ കുരുങ്ങും, പോയിട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല, ആരെങ്കിലും സഹായിക്കത്തില്ല, അവർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച് ജയിലിലിടും. അപ്പം അങ്ങനെ ഒരു വിധിയുള്ളവർ ഈ നാട്ടിൽ തന്നെ ഇരിക്കണം. രാഹു അല്ലെങ്കിൽ കേതു കയറിക്കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും പുറത്ത് രാജ്യങ്ങൾ പോകരുത്. അപ്പൊ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് നോക്കണം, എൻ്റെ പിള്ളേർക്ക് പഠിക്കാൻ പോകാമോ, ജോലിക്ക് പോകാമോ. വിധി നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് മാറിയാൽ നമ്മളുടെ വിധിയും മാറും എന്ന് പറയുന്നു. വിധി മാറും. നമ്മൾ ആ രാജ്യം നമ്മൾ അഡാപ്റ്റ് ചെയ്ത് എടുത്തു. ബൈബിളിൽ ഒന്നുണ്ട്, വാനത്തിൻ നിയമങ്ങളെ അറിവായോ, അത് ഭൂമിയെയാളും ആളുകയെ திட்டம் பண்ணுவாயோ, அருமீன் நட்சத்திரத்தின் சுகிர்த சம்பந்தத்தை இணைக்க கூடுமோ, அல்லது மிருகശിരീഷത്തിൻ കട്ടുകളെ അവിൾപ്പായോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. അപ്പം നമുക്ക് രാശി മാറിയാൽ നമ്മുടെ വിധി മാറും. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ആസ്ട്രോളജിസ്റ്റായ ശ്രീ റോബിൻ സാർ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. സർ നമസ്കാരം. സർ, ജ്യോതിഷം എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രം നാട് മാറുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവുമോ? തീർച്ചയായും. ഒരു നാട് എന്ന് പറയുമ്പം ആ നാട് ഭരണം ചെയ്യുന്നത് ഒരു ഗ്രഹമായിരിക്കും. ഇപ്പം ഇന്ത്യ എന്ന് പറയുമ്പം ഇന്ത്യയെ ഭരണം ചെയ്യുന്നത് ഒരു ഗ്രഹമായിരിക്കും. അതുപോലെ രാശിയിൽ ഒരു രാശിയായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയെ ഭരണം ചെയ്യുന്നത് ധനുസ് രാശിയാണ്, ധനു. അതുപോലെ ഇപ്പോൾ സൗദി അറേബ്യ ഭരണം ചെയ്യുന്നത് വൃശ്ചിക രാശിയാണ്. ഇതുപോലെ നമുക്ക് അമേരിക്ക ഭരണം ചെയ്യുന്ന മിഥുന രാശിയാണ്. അതല്ലാതെ ഇസ്രായേലെ ഭരണം ചെയ്യുന്നത് കന്നി രാശിയാണ്. അപ്പോൾ ഓരോ രാശിയും അതിൽ വേറെ ഒരു ഗ്രഹമുണ്ട്. അവരുടെ ഇഷ്ടത്തിന് അവിടെ ഭരണം ചെയ്യാം, അവരുടെ ഇഷ്ടത്തിന്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരാൾ ഒരു കുറ്റം ചെയ്തു. അപ്പോൾ ഇന്ത്യയിലിരിക്കുന്ന അരസാംഗം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്, ഈ ഗവൺമെൻറ് എന്ത് ചെയ്യും? പിടിച്ച് അവർക്ക് വേണ്ടപ്പെട്ട രീതിയിൽ ശിക്ഷ കൊടുക്കണം. ഇപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഇവർക്ക് ഒരുപാട് വെൽത്തുണ്ട്. അപ്പം നമുക്ക് അമേരിക്കയിൽ ചെന്നോ വേറെ ഏത് നാട്ടിൽ ചെന്ന് നമുക്ക് അവിടെ ചെന്ന് പാത്തിരിക്കാം. ഇതുപോലെ ഇന്ത്യയിൽ നിന്ന് പോയവരുണ്ട്, വലിയ വലിയ മനുഷ്യരൊക്കെ പോയവരുണ്ട്, ചെറിയ മനുഷ്യരൊക്കെ പോയവരുണ്ട്, നമ്മൾ അറിയാത്തവർ പോയവരും ഉണ്ട്. അപ്പോൾ ഇത് പോകാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും. ഈ മാർഗത്തിലെ വഴി അവരവിടെ പോയാൽ ഇപ്പം ഇവർ കാത്തിരിക്കും, അവർ വരട്ടെ, അന്നേരം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ചിലപ്പം ആ നാട്ടിലെ രാജാക്കന്മാർ സമ്മതിക്കണം, ഇവരെ ഞാൻ അവിടെ തരാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു രാജ്യത്തോട് അവർ ചോദിക്കണം, എനിക്ക് ആ രാജ്യത്തിൽ പോകണം, അവരെന്നെ സഹായിക്കണം പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പോയാൽ അവർ സഹായിക്കും. അപ്പം ഈ രാജ്യത്തിൽ നിന്ന് നമ്മൾ ജനിച്ച് ഒരു കുറ്റം ചെയ്ത് നമ്മൾ ശിക്ഷ വരുന്ന സമയത്ത് നമ്മൾ വേറെ ഒരു രാജ്യത്തിൽ പോയാൽ ഇവിടെ ഇരിക്കുന്ന ഈ വിധി ഇവിടെ നിൽക്കും, വെയിറ്റ് ചെയ്യും. അത് ശരി. അതായത് നമ്മൾ ഈ നമ്മുടെ ഇവിടെയുള്ള വിധി നമ്മൾ വേറൊരു നാട്ടിലേക്ക് മാറുമ്പോഴത്തേക്ക് അത് മാറും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് മാറും, രക്ഷപ്പെടും. ഇപ്പം ഇനിയൊരു വിധിയുണ്ട്, ഒരുവർ ഈ നാട്ടിൽ നിന്ന് പുറത്ത് പോകണം എന്ന് വിധി ഉണ്ടായാൽ അവർക്ക് പോകാം. ചിലർക്ക് ചില വിധി ഉണ്ടാവും. ഇവിടെ നിന്ന് അവരവിടെ പോയാൽ അവിടെ കുരുങ്ങും, പോയിട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല, ആരെങ്കിലും സഹായിക്കത്തില്ല, അവർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച് ജയിലിലിടും, അങ്ങനെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു വിധിയുള്ളവർ ഈ നാട്ടിൽ തന്നെ ഇരിക്കണം. അപ്പം അതുപോലെ ഏത് നാട്ടിൽ പോയാൽ രക്ഷപ്പെടും, ഏത് നാട്ടിൽ പോയാൽ കുരുങ്ങും, ഇതും അതിനകത്തുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ ഒരു രാശിയിൽ പരിവർത്തന എന്ന് പറയും. പരിവർത്തന 4 രാശിയുടെ ഉള്ളിൽ ഒരു പരിവർത്തനം നടക്കുകയാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ കുംഭരാശിയിലും മീനരാശിയിലും പരിവർത്തനമുണ്ട്. അതായത് ഗുരു കുംഭരാശിയിലിരിക്കുകയാണ്, കുംഭരാശിയുടെ അധിപൻ ശനി നമുക്ക് മീനരാശിയിലിരിക്കുകയാണ്. ഇതൊരു പരിവർത്തനമാണ്. ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് രാഹു അല്ലെങ്കിൽ കേതു കയറിക്കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും പുറത്ത് രാജ്യങ്ങൾ പോകരുത്, പോവരുത്, രക്ഷപ്പെടില്ല.
അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റത്തിനോ ഏതെങ്കിലും പെട്ട് അവർ ജയിലിൽ ആവും, ജയിലിൽ പോകും. ഇവർ പഠിത്തത്തിന് പോലും പോകരുത്. അത് ശരി. നമ്മൾ പഠിച്ചിട്ട് തിരിച്ച് വരാമെന്ന് വെച്ചാൽ അവർക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ ജാതകത്തിൽ ഇതിനെ 2 രാശിക്ക് പറഞ്ഞു, 4 രാശിയുടെ ഉള്ളിൽ ഇങ്ങനെ വന്നാൽ ഇത് പരിവർത്തന ആകത്തില്ലെന്നുണ്ട്. പരിവർത്തന യോഗമുള്ളവർ എവിടെയും പോവാം. പക്ഷേ അതിലും ഒരു തടസ്സമുണ്ട്. ഇതുപോലുള്ള തടസ്സമുള്ളവർ ഞാൻ ഒരുപാട് ജാതകം നോക്കിയിട്ടുണ്ട്. പുറത്തുള്ളവർ അവർ ഇതുപോലുള്ള ജാതകം തന്നിട്ട് ഉടനെ തന്നെ എനിക്കറിയാം ഇവർ ഒന്നിൽ ജയിലിൽ കാണും. അപ്പോൾ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് നോക്കണം, എൻ്റെ പിള്ളേർക്ക് പഠിക്കാൻ പോകാമോ, അല്ലെങ്കിൽ ജോലിക്ക് പോകാമോ, പോകണമെങ്കിൽ ഏത് രാജ്യത്ത് പോകണം, ഏത് രാജ്യത്ത് പോയാൽ രക്ഷപ്പെടും, അത് നോക്കാം. അതുപോലെ ചില കുറ്റകൃത്യത്തിൽ ഇടപെട്ടേച്ച് എവിടെ പോയാൽ രക്ഷപ്പെടും. ഇപ്പം 2 രാശി ഒരുപോലെ ആയിരിക്കും, ഫ്രണ്ട്സ് രാശിയായിരിക്കും. ഇപ്പം നമുക്ക് ധനുരാശിയിൽ നിന്ന് മീനരാശി ഇരിക്കുന്ന നാട്ടിലേക്ക് പോവാം. ഉടനെ തന്നെ അവർ കയറ്റി ഇവിടെ വിടും. അവിടെ നിൽക്കാൻ പറ്റില്ല. 2 രാശിനും ഒരു അധിപനാണ്. അപ്പോൾ അവർ 2 പേരുടെ തമ്മിൽ ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ടാവും, അഗ്രിമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവർ തെറ്റ് ചെയ്തിട്ട് അവിടെ പോയാൽ കൊണ്ട് തന്നെ അവർ കയറ്റി ഇവിടെ വിടും. നിനക്ക് ഇവിടെ സ്ഥലമില്ല, നീ പൊക്കോളാൻ പറയും. അപ്പോൾ ഏത് രാജ്യത്തിൽ പോയാൽ രക്ഷപ്പെടും. അപ്പോൾ എല്ലാവരെയും തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോ എന്ന് പറയുന്നില്ല. എന്നാലും ഇത് ഒരു കലയാണ്. ജ്യോത്സ്യം എന്ന് പറയുമ്പോൾ ഇതൊരു കലയാണ്. ഇത് കല അനുസരിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ കല കൊണ്ട് ചിലത് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വെച്ച് ഒരു നീതിയുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിലുള്ളവരെ അങ്ങനെ അവരാക്കും. ഇന്ത്യ ധനുരാശിയാണ്, ധനുരാശിയിൽ ഇരിക്കുന്നവരെ എങ്ങനെ ഇരിക്കണം അതുപോലെ ഈ ഇന്ത്യാവ് അവരാക്കും, ആ രാശിക്കാരാക്കും. ഇപ്പോൾ തുലാം രാശി എന്ന് പറയുമ്പോൾ ഗ്രീസാണ്. അപ്പോൾ ഗ്രീസിലുള്ളവർ അവിടെ പുരാണങ്ങളുണ്ട്. അവിടെ ഉള്ള പുരാണം, ഇപ്പം ഇന്ത്യയിൽ പുരാണം പോലെ അവിടെയും പുരാണങ്ങളുണ്ട്. അവരെല്ലാം മനുഷ്യരുടെ സ്വഭാവം അനുസരിച്ചുള്ള പുരാണങ്ങളെ എഴുതത്തുള്ളൂ. മനുഷ്യരുടെ സ്വഭാവം അനുസരിച്ചുള്ള പുരാണങ്ങൾ. അപ്പോൾ ആ രാശി അതുപോലുള്ളവരെ ആക്കി കൊടുക്കും. ഇന്ത്യയിൽ പോലുള്ളവരെ ആക്കണമെന്ന് വെച്ചാൽ ഇന്ത്യ തന്നെ ആക്കും. ഇപ്പൊ ഗ്രീക്കറുകളെല്ലാം അത് എങ്ങനെ ആക്കണമെന്നുണ്ടോ അവരുടെ പുരാണത്തിൽ അത് കാണും. അതുപോലുള്ള ഹീറോയിസമേ കാണത്തുള്ളൂ. അതുപോലുള്ള സ്നേഹം, ലവ്, ഭരണം എല്ലാം അതുപോലെ കാണത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ റോം എടുത്തുകൊണ്ട് അവിടെ ഒരു പുരാണമുണ്ട്. ആ പുരാണത്തിൽ എപ്പോഴും എന്ത് കാണുമെന്ന് വെച്ചാൽ ഭരണം, എല്ലാം നിയമം ഇതുപോലുള്ള എല്ലാവരും ഭൂമിയിൽ വരും. മാനത്ത് നിന്ന് ഭൂമിയിൽ വന്ന് ഭരണം ചെയ്യും, ന്യായം ചെയ്യും, തെറ്റ് ചെയ്യുന്നവരെ കൊല്ലും. ഇതുപോലുള്ള പുരാണങ്ങളാണ്. അപ്പൊ ഇതുപോലുള്ള മനുഷ്യരെ അവിടെ ഉണ്ടാവത്തുള്ളൂ, വേറെ അവർക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ അതുപോലെ ഇത് നമുക്ക് ഗ്രേക്ക് പുരാണം എടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ ഉണ്ടാവും സ്നേഹം, അസൂയ. അപ്പം മനുഷ്യരുടെ ഉള്ളിലുള്ള ചില സ്വഭാവങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും. അപ്പോൾ അതുപോലുള്ള ക്യാരക്ടറെ കൊണ്ട് അവർ പുരാണം എഴുതും. അപ്പോൾ അവർക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ തിരിഞ്ഞാൽ എന്തിനാണ് ഇങ്ങോട്ട് തിരിഞ്ഞതെന്ന് അവർ മനസ്സിലാവും. അവർ ഇതുപോലെ ഒരു കഥാപാത്രങ്ങൾ ഉണ്ടാക്കും. ആ കഥാപാത്രത്തിലുള്ളവരെ അതുപോലെ അവർ പുരാണത്തിൽ എഴുതും. അപ്പോൾ ആ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അത് തന്നെ സ്വഭാവമായിരിക്കും. അപ്പോൾ ഇന്ത്യയിലുള്ളത് വേറെ, അവിടെ ഉള്ളത് വേറെ, അവിടെ ഉള്ള നിയമങ്ങൾ വേറെ. ഇപ്പോൾ എത്യോപ്യ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു നിയമമുണ്ട്. ഈ നിയമം ആദ്യം നമ്മുടെ രാജാവിനെ രക്ഷിക്കണം, നമ്മുടെ വലിയ പ്രധാനമന്ത്രിയായിരിക്കുന്നവരെ രക്ഷിക്കണം എന്നാണ് നിയമം. എത്യോപ്യയിലാണെങ്കിൽ അങ്ങനെയല്ല, ആദ്യം മനുഷ്യരെ രക്ഷിക്കണം. നിയമം രണ്ടാമതിരിക്കട്ടെ. ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിയമം പ്രകാരം ഇവരെ കൊല്ലണമെന്നുണ്ട്. അതിനു മുമ്പ് ഇവർ എന്തിനു വേണ്ടി ഇത് ചെയ്ത് എല്ലാവരും കൂടി ഒന്ന് ചോദിക്കും. അവർ ഏത് സാഹചര്യത്തിൽ ഇതിൽ പെട്ടു, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞ് അവരെയും കൂടെ വെച്ച് ഇത് നിയമം അവിടെ ഇരിക്കട്ടെ. അതില്ലാതെ ഇവർക്ക് എന്താ ആവശ്യം അത് ഫസ്റ്റ് അത് ചോദിച്ചിട്ട്
അതിന് അനുസരിച്ച് ചെയ്യും. അത് അവിടെ ഉള്ള നിയമം. ഇത് മകരരാശിയാണ് ആ രാജ്യത്തെ ഭരണം ചെയ്യുന്നത്. ഓരോ ഇതിനും ഓരോ ഉണ്ട്. അപ്പം അവർ 8 വർഷത്തിന് ഒരു ഭരണം, 8 വർഷത്തിന്. പക്ഷെ തിരഞ്ഞെടുപ്പില്ല. അടുത്ത 8 വർഷത്തിന് വയസ്സ് അനുസരിച്ചാണ്. പഴയവരെല്ലാം ആ വയസ്സിലുള്ളവരെല്ലാം രണ്ടാമത് വരത്തേ ഇല്ല, അവർ പോവും. രണ്ടാമത് 8 വർഷമായിട്ട് അവരെ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ പഠിപ്പിക്കും. ഇതിൻ്റെ കൂടെ പഠിപ്പിച്ച് 8 വർഷം കഴിഞ്ഞിട്ട് ഇവരെ അതിൽ കൊണ്ടുവരും. പിന്നെ എല്ലാവരും വരാം, ഏത് മനുഷ്യരും അതിനകത്ത് വരാം. പക്ഷെ നിയമം മാത്രം നിന്ന് എല്ലാം ഭരണം ചെയ്യും. ആ വിധി ആ രാജ്യത്തിനില്ല. അപ്പം നമ്മൾ വിചാരിക്കും ഇന്ത്യയിലുള്ളതുപോലെ അവിടെ ഉള്ള മനുഷ്യരെ ചിന്തിക്കാൻ കഴിയത്തില്ല. അവർ അതുപോലെ സംസാരിച്ച് അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ അവരുടെ സംസാരം, അവരുടെ ജീവിതം എല്ലാം ടോട്ടൽ വേറെയാണ്. ഇപ്പൊ വിധി, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് മാറിയാൽ നമ്മളുടെ വിധിയും മാറും എന്ന് പറയുന്നത്. വിധിയും മാറും. നമ്മൾ ആ രാജ്യം നമ്മൾ അഡാപ്റ്റ് ചെയ്ത് എടുത്തു. ഒരു ഈ രാശിയുടെ ഇൻഫ്ലുവൻസ് ആണോ അതിനകത്ത് വരുന്നത്? ആ രാശിയിലുള്ളത് വരും. അത് എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ള കാശാണ് ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ആ രാജ്യത്തിലുള്ള രാജാവിൻ്റെ നിയമമാണ് നമ്മളിനി അനുസരിക്കാൻ പോകുന്നത്. അവിടെ ഉള്ള കൾച്ചറാണ് നമ്മളിൽ ചെയ്യാൻ പോകുന്നത്. അവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന അവിടെ അത് കൾച്ചർ അതിനെ ആക്കാൻ പോവുക. ഇവിടെ ഉള്ള രാജ്യത്തിലുള്ളതെല്ലാം ആക്കാൻ പറ്റത്തില്ല. ഞാൻ തെറ്റുകാരനായി തെറ്റ് ചെയ്തു, അപ്പോൾ ഈ രാജ്യം എന്നെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ ഇന്നൊരു രാജ്യത്തിൽ ഇപ്പോൾ ആ രാജ്യം ഇവനെ എങ്ങനെയെങ്കിലും വേറെ ഒന്നാക്കി നന്നാക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ടോട്ടലായിട്ട് അത് മാറും. അപ്പോൾ വാനശാസ്ത്രം എങ്ങനെ ഭരണം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് കാലം പിടിക്കും. ബൈബിളിൽ ഒന്നുണ്ട്, വാനത്തിൻ നിയമങ്ങളെ അറിവായോ, அது பூமியை ஆளும் ஆளுகையை திட்டம் பண்ணுவாயோ, அருமீன் நட்சத்திரத்தின் சுகிர்த சம்பந்தத்தை இணைக்கக்கூடுமோ, அல்லது மிருகசிரீஷத்தின் கட்டுகளை അവിൾപ്പായോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. അപ്പം ബൈബിളിൽ തന്നെ പറഞ്ഞിട്ട് വാനം ഭൂമിയെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാവുമോ എന്നൊക്കെ ചോദിക്കുന്നു. അത് ഒരുപാട് ഇതാണ്. ഓരോ രാജ്യത്തിലും വേറെ രാശികളെ അതിനതിൻ കാലത്തിൽ വരപ്പെടുവായോ ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഓരോ രാശിയിൽ വേറെ വേറെയാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഒരു പ്രശ്നമുള്ളൊരു സമയമാണെങ്കിൽ ആ സമയം ആ സമയത്തിൽ നിന്നൊരു ആശ്വാസം കിട്ടാൻ നമ്മളൊരു മാറ്റം ഒന്ന് മാറി താമസിച്ചാൽ ശരിയാവും. ശരിയാവും. ഉദാഹരണം പറയാം, ഒരു ആസ്ട്രോളജർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് പറയുന്ന വെച്ചാൽ ഒരു ജില്ലയിലും ഒരു ഭരണാധിപനുണ്ട്, കളക്ടറുണ്ട്. ഇപ്പൊ ചിലർക്ക് ഒരു ഇതിൽ കല്യാണം ആകത്തില്ല, സ്വന്തം 20, 30, 40 വയസ്സായി കല്യാണം ആകത്തില്ല. പക്ഷെ അവരുടെ ജാതകത്തിലുണ്ട് സ്വന്തം നാട്ടിൽ നോക്കിയാൽ, അത് ജില്ലയിൽ നോക്കിയാൽ പെണ്ണ് ഇല്ല, തൊട്ടടുത്ത ജില്ലയിലാണ് പെണ്ണുള്ളത്. അപ്പം ഇവിടെ ഇവർ എത്ര നോക്കിക്കഴിഞ്ഞാലും പെണ്ണ് കിട്ടത്തില്ല. അവർ അടുത്ത ജില്ലയിൽ നോക്കിയാൽ ഉടനെ തന്നെ കിട്ടും, പക്ഷെ അവരുടെ പെണ്ണ് അവിടെ, ചിലർ ചെറുക്കൻ അവിടെ ആയിരിക്കും. അപ്പം ഇതുപോലെ ഭരണങ്ങൾ ഇവിടെ ഇല്ല, ഇവിടെ തരത്തില്ല എന്ന് വെച്ച് അപ്പം നമ്മൾ ജില്ല മാറുമ്പം തന്നല്ലോ, അപ്പം അവർ സഹായിക്കുന്നുണ്ട്. അപ്പം രാശിക്ക് രാശി ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. ഇതുപോലെ രീതിയിലാ മാറ്റങ്ങൾ നമ്മൾ ഇതിൽ വരുന്നത്. അപ്പം നമുക്ക് രാശി മാറിയാൽ നമ്മുടെ വിധി മാറും. രാശി എന്ന് വെച്ചാൽ നാട് മാറിയ, ദേശം മാറിയാൽ വിധി മാറും. അതായത് ഓരോ ദേശത്തിനും ഓരോ ജ്യോതിഷം വിധികൾ ഉള്ളതുപോലെ തന്നെ നമ്മൾ അവിടെ പോയി താമസിക്കുമ്പോഴും അതിൽ വ്യത്യാസം വരും. അവിടെ ഒരു ഇത് ആക്കാന്ന് വെച്ചാൽ ഓരോ രാശിക്കും അതിൽ ആ രാജ്യത്തിലുള്ള മനുഷ്യരെ അതുപോലെ ആക്കണം. ഇപ്പം ഇന്ത്യയിൽ എന്ന് വെച്ചാൽ ചുരുക്കമായിട്ടൊന്ന് പറയാം, വ്യാകരണം, ശിക്ഷ, ഛന്ദസ്, നൃത്തം, കൽപ്പം, ജ്യോതിഷം, ഇത് 6ഉമാണ് ഇന്ത്യയിലിരിക്കുന്ന പ്രധാനപ്പെട്ടത് അന്നേരം. അപ്പം ഇത് 6ഉം ഒരുവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ നല്ലൊരു മുഴു മനുഷ്യനായി മാറും. അപ്പം ഇത് ആക്കാൻ വേണ്ടി ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരുന്നു. അപ്പം ഇന്ത്യ ആദ്യം ഇതാക്കും. ഇന്ത്യയിൽ മൂത്തത് ഏതെന്ന് വെച്ചാൽ ജ്യോതിഷമാണ് മൂത്തത്. വേദങ്ങളെല്ലാം അതിൻ്റെ പുറകെ വന്നതാണ്. വേദം, പുരാണങ്ങളെല്ലാം അതിൻ്റെ പിന്നീട് വന്നതാണ്. അത് എങ്ങനെ നിങ്ങൾ ഇങ്ങനെ പറയുമെന്ന് ചിലർ ചോദിക്കും. അപ്പം എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഈ ജ്യോത്സ്യം തന്നെ പരാശരനാണ് തന്നത്. പരാശര മഹർഷിയാണ് തന്നത്. അപ്പോൾ പരാശരർ ഉള്ള കാലത്ത് ജ്യോത്സ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല ഭൂമിയിൽ. ഇവിടെ ഇന്ത്യയിൽ വേറെ ഒന്നുമില്ല. പക്ഷെ ഈ 6 അംഗം ഉണ്ടായിരുന്നു, വേദാംഗം, അതിലൊന്നാണ് ജ്യോത്സ്യം. അപ്പം രണ്ടാമത് അവരുടെ മോനാണ്, പരാശരരുടെ മോനാണ് വ്യാസ മഹർഷി. അവർ വന്നാണ് വേദങ്ങൾ ഉണ്ടാക്കി
പുരാണങ്ങളുണ്ടാക്കി. രണ്ടാമത് വന്നതാണ്. അപ്പോൾ മൂത്തത് ഏതാണ്? ജ്യോതിഷം. ജ്യോത്സ്യാണ് മൂത്തത്. അച്ഛനാണ് മൂത്തത്, മോന് ചിന്ന ഇളയതാണ്. അത് കഴിഞ്ഞിട്ട് വന്നതാണ് പാഹവതം എന്ന് പറയും. പാഹവതം വ്യാസ മഹർഷിയുടെ മകനാണ് കൊണ്ടുവന്നത്, അതിൻ്റെ കീഴിലുള്ളവർ മൂന്നാമത്. അപ്പോൾ ഏറ്റവും ഇളയതാണ് പാഹവതം. മൂത്തത് ഏതാന്ന് വെച്ചാൽ ജ്യോത്സ്യം. അതാണ് നമുക്ക് ഇന്ത്യയിലുള്ളത് വേദിക് അസ്ട്രോളജി എന്ന് പറയും. എല്ലാ വേദം അത് മുഖാന്തരം ഉണ്ടായതാണ്. മറ്റതെല്ലാം അത് പുറകെ പിന്നെ വന്നതാണ്. ഇപ്പോൾ മറ്റതെല്ലാം ഇപ്പോൾ ആദ്യം നമുക്ക് ഇത് പഠിക്കാം, പാഹവതം പഠിക്കാം. പാഹവതം പഠിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ഒരു പരിശുദ്ധ മഹാരാജാവിനെ ഉണ്ടാക്കും. അവരെവിടെ പോവും? സായുജ്യം പോവും. അപ്പോൾ അവരെ സായുജ്യം കൊണ്ടുപോകാനേ കഴിയത്തുള്ളൂ. അടുത്തത് ആര് വരും? അതിന് മൂത്തത് നമുക്ക് ഭഗവത്ഗീതയെല്ലാം തന്നത് വ്യാസമഹർഷിയാണ്, മഹാഭാരതമെല്ലാം തന്നത്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അതുപോലുള്ള മനുഷ്യരാവും. അതും മൂത്തത് പോകണം. ഇനി അതെല്ലാം മൂത്തത് പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. ആരെ പഠിക്കണം? അസ്ട്രോളജി പഠിക്കണം, വാനശാസ്ത്രം പഠിക്കണം. അപ്പോൾ ഏറ്റവും മൂത്തത് ഏതാന്ന് വെച്ചാൽ ഇന്ത്യയിൽ വാനശാസ്ത്രമാണ് ഏറ്റവും മൂത്തത്. അത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ഏത് രീതിയിലാണ് ഇരിക്കുന്നത്. ഇന്ന് നമുക്കത് എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു കിളിയും വെച്ചുകൊണ്ട് ഇങ്ങനെ അത്രയ്ക്കും മോശമായ സ്ഥലത്ത് പോയി എത്തിച്ചേരും. പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യയിലെ ഏറ്റവും നമ്മൾ ഒരു മനുഷ്യൻ്റെ സ്വഭാവം ഇപ്പം മനസ്സിലാക്കണം, ഒരു കഷ്ടകാലം മനസ്സിലാക്കണം. ഏത് മുഖാന്തരം മനസ്സിലാക്കും? അവൻ ജനിച്ച ദിവസം, സമയം, ഏത് സ്ഥലം, ഇത് മൂന്നും അറിഞ്ഞാൽ ഇപ്പം അവൻ്റെ സ്ഥിതി ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റേ വേറെ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു അമ്പലത്തിലോ എങ്ങോ ഒന്ന് ചോദിച്ചു അതുകൊണ്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല, വേറെ ഏത് രീതിയിലും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഈ അസ്ട്രോളജി ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ മതമെല്ലാം പൊളിഞ്ഞു പോകും. അവിടെ ദൈവത്തോട് ചെന്ന് ചോദിക്കും, എൻ്റെ കുടുംബത്തിൽ ഇത്ര കഷ്ടപ്പാടുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ പറയും, അല്ലെങ്കിൽ പിന്നെ പറയാമെന്ന് പറയും. ഒരു മറുപടി പറയത്തില്ല. അപ്പോൾ എങ്ങനെ അത് നിലനിൽക്കത്തില്ല. അപ്പം ജ്യോത്സ്യ മുഖാന്തരമാണ് ഇത് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നിൽക്കത്തില്ല. ഇത് ഉള്ളത് കൊണ്ട് അവരുടെ നല്ലതും പറയും, അവരുടെ കഷ്ടകാലം പറയും, അവരുടെ യോഗകാലം പറയും, ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് അവർ സമാധാനമായിട്ട് പോകും. വേറെ ഒരു ഇത് വെച്ചാലും അവർക്ക് മനസ്സിലാക്കാനേ കഴിയത്തില്ല. ഇന്ത്യയിലുള്ളപ്പോൾ ദേശം മാറുമ്പം വിധി മാറും.